ഹലോ. ഹലോ, ഇത് SMT ഷാവുലാണോ? ആ അതെ. എടാ, എനിക്ക് ഇനി ഒരു 10,000 രൂപൻ്റെ അടിയിൽ നല്ലൊരു ഫോൺ പറഞ്ഞുതരുമോ? 10,000 രൂപൻ്റെ അടിയിലോ? അത് റെഡ്മി നോട്ട് 5 ഉണ്ട്, റെഡ്മി 5 ഉണ്ട്. ഇതൊക്കെ നല്ല ഫോൺസാണ്. റെഡ്മീൻ്റെ ഫോൺസൊക്കെ കിട്ടും 10,000-ൻ്റെ അടിയിൽ നല്ല. ഈ റെഡ്മി 5 ആണുണ്ട്. റെഡ്മി 5ഓ? അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം, ചാനലിലിടാം. റിവ്യൂ ഇടല്ലേ? ഓക്കെ ആ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്നത് റെഡ്മി 5 എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. ബോക്സ് പൊളിക്കുമ്പോൾ നമുക്ക് ആദ്യമായി ഒരു സിലിക്കൺ കേസാണ് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണിത്. ഇതിനിടയിൽ നമ്മുടെ ഫോൺ ഉണ്ട്. നമുക്ക് ഫോൺ തൽക്കാലമായി ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത് ഒരു യൂസർ മാനുവൽ, സാധാരണ ട്രാവൽ അഡാപ്റ്റർ, മൈക്രോ USB കേബിൾ, പിന്നെ ഒരു സിം എജക്ടർ പിൻ. അപ്പോൾ നമുക്ക് ഫോണിനെ കുറിച്ച് പറയാം. ഇതിൽ 18:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള 5.7 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല. 254 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. അത്ര ഷാർപ്പായ ഒരു ഡിസ്പ്ലേ അല്ല, എന്നാലും ഈ വിലക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കീസും വരുന്നത്. ഡിസ്പ്ലേയുടെ മുകളിൽ സെൻസർ, ഇയർ പീസ്, 5 MP ഫ്രണ്ട് ക്യാമറ, പിന്നെ ഒരു LED ഫ്ലാഷുമാണ് വരുന്നത്. പുറകിലായി 12 MP ക്യാമറ, സിംഗിൾ LED ഫ്ലാഷ്, പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഉള്ളത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എല്ലാ റെഡ്മി ഫോണുകളിലും ഉള്ള പോലെ തന്നെ വളരെ ഫാസ്റ്റും റെസ്പോൺസീവുമാണ്. ഫോണിൻ്റെ ബാക്ക് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ബാക്ക് ക്യാമറ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇതിൽ നിർമ്മിച്ചിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണും പവർ ബട്ടണുമാണുള്ളത്. മുകളിൽ 3.5 mm ജാക്ക്, IR ബ്ലാസ്റ്റർ, പിന്നെ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണുമാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അടിയിലായി സ്പീക്കറും USB പോർട്ടുമാണുള്ളത്. ഇതിൽ USB Type C അല്ല, മൈക്രോ USB പോർട്ടാണ്. ഫോൺ ഒരു കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് ബോഡി സ്ലിം ആക്കിയിട്ടുണ്ട്. 3300 mAh ആണ് ബാറ്ററി വരുന്നത്. ഈ ഫോണിൽ Snapdragon 450 എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 14 nm ആർക്കിടെക്ചറിൽ വരുന്നൊരു പ്രോസസ്സറാണ്. ഇത് പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് ആണ്. എന്നാലും ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും പെർഫോമൻസ് തുടങ്ങിയൊക്കെ നമുക്ക് ഫുൾ റിവ്യൂവിൽ പറയാം. അതിനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫോൺ Android 7.1 അടിസ്ഥാനമാക്കി MIUI 9 പ്രവർത്തിക്കുന്നത്. Snapdragon 450-യും MIUI 9-ഉം ചേർന്ന് ഇത് വളരെ നല്ല സ്മൂത്തായി തന്നെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ f2.2 അപ്പേച്ചറുള്ള 12 MP ക്യാമറയാണുള്ളത്. അതെ, Mi A1-ൻ്റെ പ്രൈമറി ക്യാമറയിൽ യൂസ് ചെയ്ത സെയിം സെൻസറാണ് ഇതിലും വരുന്നത്. ഇതാണ് ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസ്. ഈ ഫോട്ടോകളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. ഇനി ഇതിൻ്റെ പ്രൈസിങ്. Redmi 5 സ്റ്റാർട്ട് ചെയ്യുന്നത് 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജും 2 GB റാമുള്ള വേരിയൻറ്റിൽ നിന്നാണ്. ഇതിന് 8,000 രൂപയാണ് വില. പിന്നെ 32 GB സ്റ്റോറേജും 3 GB റാമുള്ളതിന് 9,000 രൂപ. 32 GB സ്റ്റോറേജും 4 GB റാമുള്ളതിന് 11,000 രൂപ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 3 GB റാം വേരിയൻ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.